ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു കരിയർ ലൈൻ കേരള. കൊച്ചിൻ ഷിപ്പ്യാർഡിന് കീഴിൽ വന്നിരിക്കുന്ന പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. SSLC ITI യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളാണ്. ജോബിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞ് വീഡിയോ അവസാനം വരെ കാണുക. ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസിന് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ദിവസം നമ്മൾ 2 വീഡിയോ വീതം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് ഒന്നും മിസ്സാവാതിരിക്കാനായിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വെക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് വർക്ക്മാൻ റിക്രൂട്ട്മെന്റ് 2025 വന്നിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ബ്ലോഗ് പേജ് കാണാനായിട്ട് പറ്റും. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകാനുള്ള ലിങ്കും അതുപോലെ തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും എല്ലാം ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൽ നിന്ന് പോകാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഇതുപോലൊരു വെബ്സൈറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇതിൽ നിങ്ങൾക്ക് കരിയർ പേജിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ വരുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ കാണാവുന്നതാണ്. ഇതിലിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 15-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് വരുന്ന സെലക്ഷൻ ഓഫ് എക്സിക്യൂട്ടീവ് ട്രെയിനീസിൻ്റെ പോസ്റ്റ് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് 15-ാം തീയതിയാണ് എൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ അത് ആരെങ്കിലും അറിയാത്തവരോ നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ മറന്നു പോയവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് എൻ്റെ സ്ക്രീനിൽ ഈ ഒരു വീഡിയോ വരുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വാക്കൻസി നോട്ടിഫിക്കേഷൻ സെലക്ഷൻ ടു ദ പോസ്റ്റ് ഓഫ് ഔട്ട്ഫിറ്റ് അസിസ്റ്റന്റ് എയർ കണ്ടീഷണർ ടെക്നീഷ്യൻ ആൻഡ് ഔട്ട്ഫിറ്റ് അസിസ്റ്റന്റ് ക്രെയിൻ ഓപ്പറേറ്റർ ഓൺ കോൺട്രാക്ട് ബേസിസ് ആണ്. ഈ ഒരു ജോബിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നെയിം ഓഫ് പോസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഔട്ട്ഫിറ്റ് അസിസ്റ്റന്റ് എയർ കണ്ടീഷണർ ടെക്നീഷ്യനാണ് ആദ്യം വരുന്ന പോസ്റ്റ്. ഇതിന് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC പാസും ITI NTC ആണ്, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ദ ട്രേഡ് ഓഫ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക് ആണ് വേണ്ടത്. ആൻഡ് മിനിമം 3 years എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ദെൻ അതുപോലെ തന്നെ ഫേംസിൻ്റെ എയർ കണ്ടീഷനിങ് ഫീൽഡിൽ തന്നെ നിങ്ങൾക്ക് 3 years എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്ത രണ്ടാമത് വന്നിരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ഔട്ട്ഫിറ്റ് അസിസ്റ്റന്റ് ക്രെയിൻ ഓപ്പറേറ്റർ ആണ്. ക്രെയിൻ ഓപ്പറേറ്റർ ആണെങ്കിലും നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ വേണ്ടത് SSLC മിനിമം വേണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ITI NTC സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇൻ ദ ട്രേഡ് ഓഫ് ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക് ഓർ ഇൻസ്ട്രുമെന്റ് മെക്കാനിക്. ഇതിൽ ഏത് ട്രേഡ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ ഓപ്പറേഷൻ ഓഫ് ട്രെയിൻസിൻ്റെ ട്രെയിനിങ്ങിൽ 3 വർഷത്തെ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലൈവ് ആയിരിക്കുന്നത് 13 ഒക്ടോബറിലാണ്. ആൻഡ് 29-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അപ്പം മാക്സിമം ലാസ്റ്റിലേക്ക് വയ്ക്കാതെ എല്ലാവരും വേഗത്തിൽ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഇതിൻ്റെ വാക്കൻസീസ് നോക്കിക്കഴിഞ്ഞാൽ എയർ കണ്ടീഷണർ ടെക്നീഷ്യനിൽ 4 വാക്കൻസീസാണ് ഉള്ളത്. 2 UR വാക്കൻസിയും 1 OBCയും 1 SC വാക്കൻസിയാണ് ഉള്ളത്. ക്രെയിൻ ഓപ്പറേറ്റർ ആണെങ്കിൽ ടോട്ടൽ 15 വാക്കൻസീസ് ഉണ്ട്. 7 URഉം 7 OBCയും അതുപോലെ തന്നെ 1 EWS വാക്കൻസിയാണ് ഉള്ളത്. അങ്ങനെ ടോട്ടൽ 19 വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ പീരീഡ് ഓഫ് കോൺട്രാക്ട് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം പീരീഡ് ഓഫ് 5 years ആയിരിക്കും ഇതിൻ്റെ പീരീഡ് ഓഫ് കോൺട്രാക്ട് വരുന്നത്. 5 വർഷത്തെ കോൺട്രാക്റ്റിലാണ് ഈ ഒരു ജോബ് വരുന്നത്. ആൻഡ് നിങ്ങളുടെ സാലറി നോക്കിക്കഴിഞ്ഞാൽ 23,300 രൂപയാണ് ഒരു മാസം നിങ്ങളുടെ സാലറി വരുന്നത്. ആൻഡ് നിങ്ങൾ എക്സ്ട്രാ അവേഴ്സ് എടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ അവേഴ്സ് വർക്ക് ചെയ്യുന്നതിന് എക്സ്ട്രാ 5,830 രൂപ എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് ഏജ് ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 45 ആണ്. 45 വയസ്സ് 29 ഒക്ടോബർ 2025, അതായത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നതിൻ്റെ അന്ന് നിങ്ങൾക്ക് 45 വയസ്സ് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതിനകത്ത് വരുന്നത് ഒക്ടോബർ 30, അതായത് ഒക്ടോബർ 30, 1980 ശേഷമോ അല്ലെങ്കിൽ അന്നോ അതിന് ശേഷമോ ജനിച്ചവർക്ക് മാത്രമായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ആൻഡ് OBC കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ SC കാൻഡിഡേറ്റ്സിനും ഒക്കെ ഏജ് റിലാക്സേഷൻസ് ഉണ്ടായിരിക്കും. OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെയും അങ്ങനെ 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ നോൺ ക്രിമിലെയർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ SC കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. കൂടാതെ PWD കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സിനും ഒക്കെ നിങ്ങൾക്ക് ഏജ് റിലാക്സ് മാക്സിമം ഏജ് 50 ആണ്. 50 വയസ്സ് വരെയാണ് ഇതിനകത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ആൻഡ് ഇതിൻ്റെ മെത്തേഡ് ഓഫ് സെലക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 2 ഫേസ് ആയിട്ടാണ് ഇതിൻ്റെ മെത്തേഡ് സെലക്ഷൻ വരുന്നത്. ആദ്യത്തെ ഫേസിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ആണ്. അതിനകത്ത് 30 മാർക്കിൻ്റെ ടെസ്റ്റാണ് വരുന്നത്. രണ്ടാമത് വരുന്നത് പ്രാക്ടിക്കൽ ടെസ്റ്റ് ആണ്. പ്രാക്ടിക്കൽ ടെസ്റ്റ് 70 മാർക്ക്. അങ്ങനെ ടോട്ടൽ 100 മാർക്കിനാണ് നിങ്ങളുടെ എക്സാം വരുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റിൽ 35 മിനിറ്റ് ഡ്യൂറേഷൻ വരുന്ന
എക്സാം ആണ്. 30 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അതിനകത്ത് 2 പാർട്ട് ഉണ്ടാവും. ആദ്യത്തെ പാർട്ടിൽ ജനറൽ അവയർനെസ് ബേസ് ചെയ്തിട്ട് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇതിനും ഒരേ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. അത് 10 മാർക്കിന് ഉണ്ടാവും. രണ്ടാമത്തേൽ നിങ്ങൾ ഏത് ട്രേഡാണോ അപ്ലൈ ചെയ്യുന്നത് ആ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള 20 മാർക്കിൻ്റെ ഒരു പാർട്ടും ഉണ്ട്. അങ്ങനെ ആയിരിക്കും ടോട്ടൽ 30 മാർക്ക് ഉണ്ടാവുക. ഇതിനകത്ത് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്കായിരിക്കും. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. നോ നെഗറ്റീവ് മാർക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് മിനിമം പാസ് മാർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് പാസ്സാവാനുള്ള മിനിമം പാസ് മാർക്ക് ഉണ്ട്. അപ്പോൾ OBC കാൻഡിഡേറ്റ്സിനാണെങ്കിൽ അത് 45%. അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സിനും EWS കാൻഡിഡേറ്റ്സിനും അത് 50%. നിങ്ങൾക്ക് ഹാഫ് മാർക്സ് ഉണ്ടെങ്കിൽ 15 മാർക്ക് ഉണ്ടെങ്കിലായിരിക്കും നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആവുക. അതുപോലെ തന്നെ SC കാൻഡിഡേറ്റ്സിന് 40%. ഓൺലി ഫോർ വാക്കൻസീസ് റിസർവ്ഡ് ഫോർ SC ആണ്. അതുപോലെ തന്നെ PWD കാൻഡിഡേറ്റ്സിന് 40% ഓഫ് ടോട്ടൽ മാർക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള റിസർവേഷനും കാര്യങ്ങളും അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങൾക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന SSLC+IT ക്വാളിഫിക്കേഷൻ പാസ്സായിട്ടുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ട്. ആൻഡ് ആപ്ലിക്കേഷൻ ഫീ ഉണ്ടാവും. ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ഒരു 300 രൂപയാണ്. ഇതൊരു നോൺ റീഫണ്ടബിൾ ആണ്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ബാങ്ക് ചാർജസും ഉണ്ടാവും. എക്സ്ട്രാ ആണ്, ബാങ്ക് ചാർജസ് എക്സ്ട്രാ ആണ് വരുന്നത്. നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ഓപ്ഷൻസ് വരുന്നത്. ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് 29-ാം തീയതി വരെ തന്നെയാണ് ഇതിൻ്റെ ഓൺലൈൻ പേയ്മെൻറ്റും ഉള്ളത്. ആപ്ലിക്കേഷൻ ക്ലോസ് ആവുന്നതിൻ്റെ അന്ന് തന്നെ ഓൺലൈൻ പേയ്മെൻറ്റും ക്ലോസ് ആവും. സോ അതിനുശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അതേസമയം നിങ്ങൾ SC ST അതുപോലെ തന്നെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണ്ട, ആപ്ലിക്കേഷൻ ഫീം അടയ്ക്കേണ്ടതായിട്ട് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ബ്ലോഗിൽ പോയി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയതിന് ശേഷം കരിയർ പേജ് എടുക്കുക. CSL കൊച്ചി എടുത്തതിന് ശേഷം അവിടെ 1 ടൈം രജിസ്ട്രേഷൻ ഉണ്ടാവും. അത് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്യുക, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ ഒരു ജോബിനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോബ് നോട്ടിഫിക്കേഷനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. നമ്മൾ എല്ലാ ദിവസവും 2 വീഡിയോസ് വീതം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് ഒന്നും മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വെക്കുക. നിങ്ങൾ എത്രയും വേഗം നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഒന്നും മിസ്സാവാതിരിക്കാനായിട്ട് ഇപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വീഡിയോ ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ആവശ്യപ്പെട്ട നിങ്ങൾ ജോലി അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.